പ്രൈസ് ലോർഡ്. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായി റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നമ്മെ നിറയ്ക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഒരേ ദിശയിൽ ദൈവത്തിങ്കിലേക്ക് പരിശുദ്ധാത്മാവ് തിരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചില ദിവസങ്ങൾ സന്തോഷം മങ്ങിയതുപോലെ തോന്നാം, ചില നിമിഷങ്ങൾ സമാധാനം കൈവിട്ടതുപോലെ അനുഭവപ്പെടാം. പക്ഷേ ഇവിടെയാണ് ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. നമ്മെ നിറയ്ക്കുന്നവൻ പ്രത്യാശ നൽകുന്ന ദൈവമാണ്. ഓർക്കുക, നമ്മുടെ ഉള്ളിലെ ശൂന്യതകളെ തന്റെ നിറവാക്കി മാറ്റുന്നവനാണ് നമ്മുടെ കർത്താവ്. ലോകം നൽകുന്നതിനേക്കാൾ വലിയ സ്വർഗീയ സന്തോഷം നമ്മുടെ ഉള്ളത്തിൽ നിറയ്ക്കുവാനും പ്രതിസന്ധികൾക്കിടയിലും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ആഴമേറിയ സമാധാനം നൽകുവാനും കർത്താവിന് സാധിക്കും. നാം തളർന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പുതിയൊരു പ്രത്യാശ നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് പകർന്നു തരുന്നു. നമ്മുടെ ഭയങ്ങൾ അവൻ സമാധാനത്തോടെ മൂടുന്നു. നമ്മുടെ നിരാശകൾ കർത്താവ് പ്രത്യാശയാക്കി മാറ്റുന്നു. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്നതിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നല്ല, നമ്മുടെ ഹൃദയം കർത്താവിന്റെ മുമ്പിൽ തുറന്നാൽ മാത്രം മതി. അപ്പോൾ സകല സന്തോഷവും സമാധാനവും കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുവാൻ ഇടയായിട്ട് തീരും. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ വചനത്താൽ നമ്മുടെ ഉള്ളങ്ങളിൽ പ്രവഹിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. നമ്മുടെ മനസ്സ് ഭാരങ്ങൾ ഒഴിഞ്ഞിരിക്കട്ടെ. നമ്മുടെ ഹൃദയം ആനന്ദത്താൽ നിറയപ്പെടട്ടെ. നമ്മൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി ഈ ദിവസങ്ങളിൽ നിറയപ്പെടട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവനുള്ള അനുഗ്രഹമായി മാറട്ടെ. സന്തോഷം, സമാധാനം, പ്രത്യാശ ഇവയെല്ലാം കൊണ്ട് പ്രത്യാശ നൽകുന്ന ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ഈ വലിയ വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ അനുഗ്രഹമായ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം സകല സന്തോഷവും സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഈ വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.